ജീവിതത്തിൽ ഇതുവരെ ചെയ്ത സർവ്വ തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബ് അവൻ്റെ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ ഫضല് കൊണ്ട് പൂർണ്ണമായി മഗ്ഫിറത്ത് പ്രദാനിച്ച് അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ, അവസാനം ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, മറ്റ് പ്രയാസങ്ങൾ എല്ലാത്തിനും ശിഫയും സലാമത്തും തന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, പ്രത്യേകം നമ്മുടെ തൊട്ടടുക്കൽ 6 അടി മണ്ണിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ കാരണവന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, ഈ ദിവസത്തിൻ്റെ വെളിച്ചം സ്വർഗീയ ആനന്ദമായി അടച്ച റബ്ബ് അവർ ഓരോരുത്തരുടെയും ഖബറുകളിലേക്ക് നസീബാക്കി അനുഗ്രഹിക്കട്ടെ. നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പടപ്പുകളായി പടച്ചവൻ്റെ ഈ ദുന്യാവിൽ, ഈ പച്ച മണ്ണിന് മുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ മണ്ണിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും പടച്ചതെന്നും നാളെ ആ മണ്ണിലേക്ക് തന്നെ നാം ഓരോരുത്തരും മടങ്ങേണ്ടവരാണ് എന്നും, മറ്റൊരിക്കൽ ആ മണ്ണിൽ നിന്ന് തന്നെ മഹ്ശറിലേക്ക് അല്ലാഹു നമ്മെ പുനർജീവിപ്പിക്കും എന്നുമുള്ള സത്യം മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ മുഴങ്ങിക്കേൾക്കേണ്ട നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. സൂറത്ത് ത്വാഹ 55-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നതും മുന്നറിയിപ്പ് തരുന്നതുമായൊരു സത്യമാണത്. മിൻഹാ ഖലഖനാകും, നിങ്ങളെ സൃഷ്ടിച്ചത്, നാം സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെയാണ് നാം നിങ്ങളെ മടക്കുന്നത്. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, മറ്റൊരിക്കൽ ആ മണ്ണിൽ നിന്ന് തന്നെ നാം നിങ്ങളെ പുറപ്പെടുവിക്കുന്നതാണ്. ഒരു മയ്യത്ത് മറമാടുന്ന സമയത്ത് 3 പിടിമണ്ണ് ഇടുന്ന സമയത്ത് പ്രത്യേകം ചൊല്ലൽ സുന്നത്തായ ആയത്താണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മയ്യത്തിനെ മറമാടുന്ന സമയത്ത് അഖദ ഖബലതൻ മിനത് തുറാബ്, ഒരു പിടി മണ്ണ് വാരിയിട്ടിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പിടിമണ്ണ് ഫഅൽഖാഹാ ഫിൽ ഖബരി, ആ ഖബറിലേക്ക് ഇട്ടിട്ട് സുമ്മ ഖാൽ മിൻഹാ ഖലഖനാകും, മിൻഹാ ഖലഖനാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. രണ്ടാമത് ഒരു വട്ടം കൂടി ഒരു പിടി മണ്ണ് വാരിയിട്ടിട്ട് വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ നാം നിങ്ങളെ മടക്കും. മൂന്നാമത് ഒരു വട്ടം കൂടി മണ്ണ് വാരിയിട്ടിട്ട് വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, രണ്ടാമതൊരു വട്ടം ഈ മണ്ണിൽ നിന്ന് തന്നെ നാം നിങ്ങളെ യാത്രയാക്കും, നിങ്ങളെ നാം പുനർജീവിപ്പിക്കും എന്നർത്ഥം വരുന്ന ആയത്തിൻ്റെ
ഓരോ ഭാഗങ്ങളും ആ 3 പിടിമണ്ണ് വാരിയിടുന്ന സമയത്ത്, ഓരോ പിടിമണ്ണ് വാരിയിടുന്ന സമയത്തും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരുടെ അടുക്കൽ, അവരുടെ ഖബറുകളിൽ, ഖബറിന്റെ അടുക്കൽ, നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മക്ബറകൾ, ഖബർ, പള്ളിക്കാടുകൾ നമ്മൾ കാണുമ്പോൾ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളോടൊപ്പം ഒരാളായി ഞാൻ ഇവിടെ വന്ന് കിടക്കാനുള്ളവനാണ് എന്നുള്ള ബോധ്യം, ആ തിരിച്ചറിവ് ഒരു മുസ്ലിമിനുണ്ടാകണമെന്നാണ്. ഖബറിന്റെ അടുക്കൽ പോയി നിൽക്കണ്ട. വാപ്പാടെ ഉമ്മാടെയും ഖബറ് സിയാറത്ത് ചെയ്യാൻ ആ ചാരത്ത് പോയി നിൽക്കണ്ട. നിൽക്കുന്ന സമയത്ത് ഖബറിന്റെ അടുക്കൽ നിൽക്കുമ്പോ, അല്ലെങ്കിൽ പള്ളിക്കാട് കാണുമ്പോ നിർബന്ധമായും അങ്ങനൊരു ബോധ്യവും തിരിച്ചറിവും നമുക്കുണ്ടാകണം. അതല്ലാത്ത സമയത്തും അങ്ങനൊരു ബോധ്യത്തോടു കൂടെയാകണം ഒരു മുസ്ലിമായ മനുഷ്യന്റെ ദുന്യാവിലെ സഞ്ചാരമെന്നാണ്. ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ എന്താണ്? നമ്മളൊന്നും ആരും അത് നേരിട്ട് പോയി കണ്ട് അനുഭവിച്ചവരല്ല. അനുഭവിച്ച ആരും ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാൻ പാകത്തിന് നമ്മുടെ മുന്നിലില്ല. എന്നാലും എല്ലാം നമ്മുടെ വിശ്വാസമാണ്. അതിനുള്ളിൽ ചില സംഭവവികാസങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. യുളയ്യഖു അലൈഹി ഖബ്റുഹു ഹത്താ തഖ്തലിഫ ഫീഹി അദ്ലാഉഹു. ഒരു മയ്യത്ത് ഖബറിലേക്ക് ചെല്ലുമ്പോൾ വാരിയല്ലുകൾ കോർത്തു പോകുന്ന നിലക്ക് ഖബർ ഇടുക്കമാകും. ഏത് മയ്യത്തിനെയും ഖബർ സ്വീകരിക്കുന്നത് അങ്ങനെയാണ്. നല്ലവരും മോശക്കാരും ഒക്കെ ആ വിഷയത്തിൽ തുല്യാണെന്നാണ്. ഖബറിന്റെ ആ ആലിംഗനം അത് എല്ലാ മയ്യത്തിനും ഉണ്ടെന്നാണ്. എല്ലാ മയ്യത്തും ആ ആലിംഗനം വാങ്ങാതെ തരമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മുൻകർ നക്കീർ എന്ന പേരുള്ള 2 മലക്കുകൾ വരും, പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തും, ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാം ശരിയാണെങ്കിൽ പിന്നെ സന്തോഷമാണ്. സ്വർഗത്തിന്റെ കവാടങ്ങളാണ് തുറക്കപ്പെടുന്നത്. സ്വർഗീയ ആനന്ദമാണ്. നോട്ടമെത്തുന്ന ദൂരമത്രയും ഖബർ വിശാലമാകും. ആ പരീക്ഷയിലെങ്ങാൻ തോറ്റുപോയാൽ പിന്നെ വല്ലാത്ത നഷ്ടാണ്. ആ പരീക്ഷയിൽ തോറ്റുപോയാൽ നരകത്തിൽ നിന്നുള്ള കവാടമാണ് തുറക്കപ്പെടുന്നത്. നരകത്തിന്റെ ചൂടും ശിക്ഷയും അതിന്റെ കാഠിന്യവും ഒക്കെ ആ വ്യക്തിയുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. തീയുടെ വിരുപ്പുകളാണ് അവിടെ ലഭിക്കുന്നത്. തസ്ലീത്തുൽ ഹയ്യാത്തി വൽ അഖറബ്, പാമ്പുകളും തേളുകളും ഒക്കെ ഉണ്ടാകും അതിനുള്ളിൽ. ആ മനുഷ്യനെ അദാബിലാക്കാൻ വേണ്ടി നാളെ ഖിയാമത്തിന്റെ സമയം വരെ ആ ഖബറിൽ പാമ്പുകളും തേളുകളും ഒക്കെ ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ്, യുഖയ്യലു ലഹു അഅമാ വ അബ്കം, കണ്ണ് കാണാൻ പറ്റാത്ത, ചെവി കേൾക്കാൻ പറ്റാത്ത ഒരു മലക്കിനെ അല്ലാഹു ചുമതലപ്പെടുത്തും. പരീക്ഷ തോറ്റ വ്യക്തിയാണെങ്കിൽ കയ്യിലൊരു വലിയ ചുറ്റികയുണ്ടാകും. അതുകൊണ്ട് ആ ഖബറാളിയെ അടിക്കും. ഫയസീറു തുറാബ, അവൻ അല്ലെങ്കിൽ അവൾ മണ്ണായി പോകും, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഖബറിനുള്ളിലുള്ള ചില അനുഭവങ്ങളാണ്. നമ്മുടെയൊക്കെ തൊട്ടടുക്കൽ ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്ന ഖബറാളികളിൽ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഖബറിനകത്ത് ഇത്തരം അദാബുകൾ നേരിട്ടുകൊണ്ടാണ് ഈ സമയവും കഴിഞ്ഞുകൂടുന്നത്. അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, അദാബുകളിൽ നിന്ന്
നമ്മെയും നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, പ്രത്യേകം തൊട്ടടുക്കൽ കിടക്കുന്നവർ എല്ലാവരെയും അല്ലാഹു കാക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ അനുഭവിക്കാനുള്ളതാണ്. മണ്ണിൽ നിന്ന് പടച്ച നമ്മെ അല്ലാഹു ഈ മണ്ണിലേക്ക് തന്നെ നാളെ മടക്കും. അതിനുള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ, ഖബറിനുള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന, പരീക്ഷ തോറ്റവരാണെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന വല്ലാത്ത ശിക്ഷയുടെ, കഠിനമായ ശിക്ഷയുടെ ഓരോ അവസ്ഥകളും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ ലോകത്തെ നമ്മൾ എന്തൊക്കെ ദുന്യാവിന്റെ വ്യവഹാരങ്ങളിൽ ബന്ധപ്പെടുന്നവരാണെങ്കിലും ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ ഇടക്ക് കടന്നു പോകണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മണ്ണറക്കുള്ളിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ അത് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു മയ്യിത്തിനെയും നിങ്ങൾ ആ പള്ളിക്കാട്ടിലേക്ക്, ആ ഖബറിനുള്ളിലേക്ക് കൊണ്ടുപോയി അടക്കാൻ ധൈര്യം കാണിക്കുമായിരുന്നില്ല സഹാബ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞതാണ്, അതിനുള്ളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ വാപ്പയെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിനെ, പ്രിയപ്പെട്ട പിതാവിനെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ആ കുഴിമാടത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ മറമാടില്ലായിരുന്നു സഹാബ. അങ്ങനത്തെ അനുഭവങ്ങൾ അതിൽ ചിലത് മാത്രമേ അള്ളാന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ചില ഉദാഹരണങ്ങൾ, ചില അനുഭവങ്ങൾ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഏറ്റവും വലിയ പ്രശ്നം അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഉള്ളിൽ കിടക്കുന്നവർ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാം അനുഭവിക്കുന്നുണ്ട്. അതിലുപരി പലതും അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ്. എല്ലാം അവരറിയും, എല്ലാം കേൾക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ ജന്നത്തുൽ ബഖീഅ് എന്ന ഖബർസ്ഥാൻ സിയാറത്ത് ചെയ്ത സമയത്ത് അവിടെയുള്ള ഖബറാളികളോട് ദുആ ചെയ്തു സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും ദാര ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. മുഅ്മിനീങ്ങളുടെ ഗേഹമേ, സത്യവിശ്വാസികളുടെ ഗേഹമേ, നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് സലാം. ഞങ്ങൾക്ക് മുന്നേ ഈ മണ്ണറക്കുള്ളിലേക്ക് സഞ്ചരിച്ചവരാണ് നിങ്ങൾ. ഞങ്ങളും നിങ്ങളോടൊപ്പം വന്ന് ചേരാനുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സലാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീയിൽ പോയിട്ട് ഇങ്ങനെ സലാം പറഞ്ഞു എന്ന് സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഉള്ളിൽ കിടക്കുന്നവർ എല്ലാം കേൾക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ഉള്ളിൽ കിടക്കുന്നവർ എല്ലാം കേൾക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. കേൾക്കാത്തവരോട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറയും. ഒരു പാറക്കല്ലിനോട് സലാം പറയും പോലെയാണ് ഖബറാളികളുടെ അടുക്കൽ വന്നിട്ട് സലാം പറയുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറയോ? റസൂലിന്റെ സലാം നമുക്കുള്ള പാടാണ്. നിങ്ങളും അങ്ങനെ ചെയ്യണം, നിങ്ങളും അങ്ങനെ ചെയ്യണം. ഇത് നമുക്കുള്ള പാഠമാണിത്. മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ സലാം പറഞ്ഞു എന്നുള്ളത് സ്വഹീഹായ ഹദീസാണ്. അതുകൊണ്ട് കേൾക്കാത്തവരോട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറയില്ല. അതുകൊണ്ട് കേൾക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ്. മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവർ കേൾക്കുന്നതിനേക്കാൾ മരിച്ചു ഖബറിൽ കിടക്കുന്നവർ കേൾക്കുമെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംശയത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടിയാണ്.
ബദർ യുദ്ധത്തിന് ശേഷം നടന്ന സംഭവമാണ്, ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. റളിയല്ലാഹു തആലാന്റെ സംശയം തീർത്തുകൊടുത്താണ് അള്ളാന്റെ റസൂൽ. ജീവിച്ചിരിക്കുന്നവർ കേൾക്കുന്നതിനേക്കാൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു യാഥാർത്ഥ്യമാണ്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചെന്നാണ്. സലാം മാത്രമല്ല എന്തും കേൾക്കും, സലാം മാത്രമല്ല എന്തും കേൾക്കും, എന്തും അറിയും, മരിച്ചു കിടക്കും. അത് മറ്റൊരു ലോകാണ്, അത് ബർസഖി ലോകമാണ്, അർവാഹുകൾ സഞ്ചരിക്കുന്ന ലോകാണ്. ദുനിയാവ് എന്ന് പറഞ്ഞ അജ്സാദുകളുടെ ശരീരങ്ങളുടെ ലോകാണ്. ശരീരങ്ങളുടെ ലോകമാകുന്ന ദുനിയാവിലെ സംവിധാനങ്ങൾ വെച്ച് അർവാഹുകളുടെ ലോകമാകുന്ന ബർസഖിനെ, ഖബർ ലോകത്തെ നമ്മൾ താരതമ്യം ചെയ്യരുത്. ഇവിടത്തെ കാര്യങ്ങൾ വെച്ച് അവിടെ നമ്മൾ താരതമ്യം വെച്ച് അത് മറ്റൊരു ലോകാണ്. അതെങ്ങനെ സംഭവിക്കും എന്ന് സംശയിക്കുന്നത് ഇവിടെ ദുനിയാവ് വെച്ചിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നത് കൊണ്ടാണ്. അത് അർവാഹുകളുടെ ലോകത്ത് നടക്കാത്തതില്ല. എന്തും നടക്കും, എല്ലാം കേൾക്കും. അതുകൊണ്ടാണ് നമ്മൾ തൽഖീൻ ഓതി കൊടുക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ إذا جاءك الملكان المؤكلان المسميان بمنكر ونكير عليهما السلام. മോദിൻ ഉസ്താദ് ഓതി കൊടുക്കും. മുൻകർ നക്കീർ എന്ന പേരുള്ള രണ്ട് മലക്കുകൾ നിന്റെ അടുക്കൽ വന്ന് നിന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച്, നിന്നെ വിളിച്ചുണർത്തി എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് വസഅലാക, അവർ രണ്ടുപേരും നിന്നോട് ചോദിക്കും, മർ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്, വമൻ നബിയുക, നിന്റെ നബി ആരാണ്, വമാ ദീനുക, നിന്റെ ദീൻ ഏതാണ്, വമാ ഖിബ്ലതുക, നിന്റെ ഖിബ്ല ഏതാണ്, വമാ ഇമാമുക, നിന്റെ ഇമാം ആരാണ്, വമൻ ഇഖ്വാനുക, നിന്റെ സഹോദരങ്ങൾ സഹോദരിമാരാരാണ്. പറഞ്ഞു കൊടുക്കാൻ, ഓർമ്മപ്പെടുത്തലാണ്. കേൾക്കൂ എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുക. ഇപ്പൊ തന്നെ രണ്ട് മലക്കുകൾ വരും, നിന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഉറച്ച ശബ്ദത്തോടെ പേടിക്കാതെ നീ മറുപടി കൊടുത്തോ. അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹു ആണ്. വ മുഹമ്മദുൻ നബി, എന്റെ നബി മുഹമ്മദ് നബിയാണ്. വൽ ഇസ്ലാമു ദീനി, എന്റെ ദീൻ ഇസ്ലാമാണ്. വൽ കഅബത്തു, വൽ കഅബത്തു ഖിബ്ലതി, എന്റെ ഖിബ്ല കഅബയാണ്. വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാമ്, ഇതുവരെ എന്നെ മുന്നോട്ട് നയിച്ച ഇമാമ് പരിശുദ്ധമായ ഖുർആനാണ്. വൽ മുഅ്മിനൂന ഇഖ്വാനി, എന്റെ സഹോദരങ്ങൾ സഹോദരിമാർ അത് മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്. അത് പറഞ്ഞു കൊടുക്കുകയാണ്, അത് ഓർമ്മപ്പെടുത്തലാണ്. അത് ഉള്ളിൽ കിടക്കുന്നയാളത് കേൾക്കും എന്നതുകൊണ്ട് തന്നെയുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതെങ്ങനെ കേൾക്കും? മരിച്ച അള്ളാന്റെ റസൂല് പറഞ്ഞതല്ലേ, ജീവിച്ചിരിക്കുന്നവർ കേൾക്കുന്നതിനേക്കാൾ കൃത്യമായി. ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഏർപ്പാടൊന്നുമല്ല. കഴിഞ്ഞ ആഴ്ച UAE ദുബൈയില് അവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് അലി സുൽത്താനുൽ ഉലമ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആലിമീങ്ങളുടെ അവിടെയുള്ള പണ്ഡിത ലോകത്തിന്റെ സുൽത്താനാണ്, രാജാവാണ് അദ്ദേഹം. ആ സ്ഥാനപ്പേരുള്ള മഹാപണ്ഡിതൻ ദുബൈയിലെ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോ ഖബറടക്കിയിട്ട് ഖബറിന് തൊട്ട് ചേർന്നിരുന്ന അവിടുത്തെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നതിന്റെ വീഡിയോ വൈറലായിട്ടുണ്ട്. ഇവിടെ മാത്രമുള്ള ഏർപ്പാടാ? അങ്ങനെ ഉള്ളതാണ്. ആ ഓർമ്മപ്പെടുത്തൽ അവർക്ക് ഉപകാരപ്പെട്ടേക്കും എന്ന് ഉലമാ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഖബറാളികളെ നമ്മൾ ഓർക്കണം, ഖബറിനെ നമ്മൾ ഓർക്കണം. ഖബറാളികൾ, അതിനുള്ളിൽ കിടക്കുന്ന ആളുകളുടെ അവരെ നാം ഓർക്കണം. അവരുടെ അടുക്കൽ നമ്മൾ പോകണം, അവരോട് നമ്മൾ സലാം പറയണം. എപ്പോഴും എപ്പോഴും സലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാ അറഫഹു, തന്റെ ഖബറിന്റെ അടുക്കൽ വന്ന ആളെ ഖബറാളി തിരിച്ചറിയും. വറദ്ദ അലൈഹിസ്സലാം, സലാം മടക്കുകയും ചെയ്യും. ഖാല റസൂലുള്ളാഹി. എത്ര വർഷം കഴിഞ്ഞാലും റൂഹുമായിട്ടുള്ള കണക്ഷനിലൂടെ
റൂഹുമായിട്ടുള്ള കണക്ഷനിലൂടെ അങ്ങനെ അത് മടക്കുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം അറിഞ്ഞ് കേട്ട് തന്നെയാണ് നമ്മുടെ കാരണവന്മാർ ഇവിടെ ഖബറിൽ കിടക്കുന്നത്. അവരെ മറക്കരുത്. എല്ലാം അറിയുമെന്ന് മാത്രല്ല, പലതും ആഗ്രഹിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ടാണ് അവർ കിടക്കുന്നത്. വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ ആഗ്രഹിക്കും പോലെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഖബറാളികൾ ഖബറിൽ കിടക്കുന്നതെന്ന് ഖാല റസൂലുള്ളാഹി. വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന സമയത്ത് സഹായം പ്രതീക്ഷിക്കും പോലെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഖബറാളികൾ കിടക്കുന്നത്. ഒരു നന്മ എനിക്ക് ലഭിച്ചെങ്കിൽ, എന്റെ മക്കളുടെ, എന്റെ കൂടപ്പിറപ്പുകൾ എന്റെ അടുക്കലൊന്ന് വന്നൊന്ന് സലാം പറഞ്ഞെങ്കിൽ, എനിക്ക് വേണ്ടി ഖുർആൻ ഓതിയെങ്കിൽ, എനിക്ക് വേണ്ടി സദഖ കൊടുത്തെങ്കിൽ, നന്മകൾ എനിക്ക് ലഭിച്ചെങ്കിൽ, ആ ആഗ്രഹത്തോടു കൂടെയാണ് ഖബറാളികൾ ഖബറിനുള്ളിൽ കിടക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് നമ്മൾ അവരെ നേരിട്ട് വന്ന് അവരെ സിയാറത്ത് ചെയ്യാനും സലാം പറയാനും ദുആ ചെയ്യാനും ഒക്കെ നമുക്ക് സൗകര്യം കിട്ടുമ്പോൾ അങ്ങനെ, അതല്ലെങ്കിൽ അല്ലാതെ പള്ളിയിൽ ഇരുന്ന് ചെയ്താലും അവരിലേക്ക് എത്തും. സഹോദരിമാർ, നമ്മുടെയൊക്കെ സ്ത്രീകളൊക്കെ വീടുകളിലിരുന്നാണ് ചെയ്യുന്നത്. അതും അവരിലേക്ക് അതിന്റെ സവാബ്, നന്മയെത്തും, സന്തോഷമായി റാഹത്തായിട്ടെത്തും. അതുകൊണ്ട് നമ്മൾ മറക്കാൻ പാടില്ലാത്തവരാണ് പള്ളിക്കാടുകളിൽ അന്തിയുറങ്ങുന്ന നമ്മുടെ കാരണവന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ. ആ സുന്നത്തായ ചര്യ നമ്മുടെ തലമുറയിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് കൂടി നമ്മൾ അത് പകർന്നു കൊടുക്കണം. അവരുടെ കൈ പിടിച്ച് നമ്മുടെ വാപ്പയുടെ ഉമ്മയുടെ ഖബറിന്റെ അടുക്കൽ വന്ന് സലാം പറഞ്ഞ് യാസീനോദി ദുആ ചെയ്ത് ആ സുന്നത്തായ ശൈലി നമ്മുടെ മക്കളിലേക്ക് നമ്മൾ പകരണം. നമ്മൾ മരിക്കുമ്പോ നമ്മുടെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് നമുക്ക് വേണ്ടി സലാം പറയുന്ന, ഖുർആൻ ഓതുന്ന, ദുആ ചെയ്യുന്നവരാക്കി നമ്മൾ അവരെ മാറ്റിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതിൽ നിന്നൊക്കെ മരിച്ചുപോയ നമ്മുടെ കാരണവന്മാർ, വേണ്ടപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബറുകൾ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗീയ സന്തോഷമായി, സ്വർഗീയ ആനന്ദത്തിലാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം.